ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ കുംഭകോണത്തെ മറ്റൊരു ദിവസം. ഇത് പക്ഷേ ഇന്ന് വൈകുന്നേരമാണ് തുടങ്ങുന്നത് കേട്ടോ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പോകാൻ പോണ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1 hour എടുക്കും. പൂണ്ടി മാതാ ചേർച്ചാണ്. പൂണ്ടി മാതാ ചേർച്ച് വളരെ ഫേമസ് ആണ്. വളരെ ശക്തിയുള്ള മാതാവിൻ്റെ പള്ളിയാണ്. വളരെ ഫേമസ് ആണ്. വളരെ പഴക്കമുള്ള പള്ളി. പക്ഷേ ഇവിടെ ഒരുപാട് പിൽഗ്രിംസ് ഇപ്പോൾ ഈ സ്റ്റേറ്റിൽ നിന്ന് മാത്രമല്ല അതർ സ്റ്റേറ്റ്സും പല സ്ഥലങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ഒക്കെ വരുന്ന സ്ഥലമാണ്. തഞ്ചാവൂരിൽ നിന്ന് പോകാനാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി അടുത്തായിരുന്നു. ആ സമയത്ത് പോയില്ല. പക്ഷേ ഇപ്പോൾ കുംഭകോണം വന്നിട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഡിസ്റ്റൻസ് ഉണ്ട്. എന്തായാലും പോകാം. വൈകുന്നേരം സമയമാണ്. നമുക്ക് ഇരുട്ടുന്നതിന് മുന്നേ പോകാം. ഇപ്പോൾ നല്ല സൂര്യപ്രകാശമുള്ള സമയമാണ്. അവിടെ എത്തിയിട്ട് പള്ളിയുടെ വിശേഷങ്ങളെല്ലാം കാണാം. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ കുംഭകോണത്തേക്ക് തന്നെ വരും. എന്നിട്ട് രാത്രി കാഴ്ചകളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാം. ഓക്കെ. വെൽക്കം ടു പൂണ്ടി മാതാ ബസിലിക്ക. വന്ന വഴിയെല്ലാം വളരെ പ്രകൃതി രമണീയമായിരുന്നു. ഏതാണ്ടൊരു ഒരു മണിക്കൂർ കൂടുതൽ നമ്മൾ ട്രാവൽ ചെയ്ത് ഏകദേശം ഒരു 50 കിലോമീറ്ററിന് ഉള്ളിൽ അതിൻ്റെ ആർച്ച് കടന്നകത്തേക്ക് പോകുന്നു. എൻട്രൻസ് ഒരു ഭയങ്കര വലിയൊരു കോമ്പൗണ്ട്, അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ദേവാലയം. ഞാൻ പള്ളിയുടെ അകത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. പള്ളി എന്ന് പറയുമ്പോൾ ദേവാലയം അവിടെ നിന്നിട്ട് തുടങ്ങി എവിടെ നിന്നാലും ഇതിൻ്റെ ടവർ കാണാം. എത്ര ഗോപുരം, അത്രയും പൊക്കത്തിലാണ്. ഈ പള്ളിയെക്കുറിച്ച് ധാരാളം പറയാനുണ്ട്. ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കത്തോലിക്ക തീർത്ഥാടന കേന്ദ്രമാണ് പൂണ്ടി മാതാ ബസിലിക്ക എന്നറിയപ്പെടുന്ന അവർ ലേഡി ഓഫ് ലൂർദ് ബസിലിക്ക. തഞ്ചാവൂർ ജില്ലയിലെ തിരുവയ്യാരു താലൂക്കിൽ തിരുക്കാട്ടുപള്ളിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമായ അലമേലുപുരം പൂണ്ടിയിലാണ് ഈ ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത്. 1999 ജോൺ പോൾ II മാർപ്പാപ്പയാണ് ഈ ദേവാലയം മൈനർ ബസിലിക്കയായി പ്രതിഷ്ഠിച്ചത്. ഗോത്തിക് ഫ്രഞ്ച് വാസ്തുവിദ്യാ ശൈലികളുടെ ഒരു മിശ്രിതമാണ് ദേവാലയത്തിന്റെ ഇപ്പോഴത്തെ ഒരു ഘടന. പോർട്ടിക്കോയ്ക്ക് മുകളിലുള്ള മുൻഭാഗത്ത് 12 അപ്പോസ്തലന്മാരുടെയും സെയിന്റ് ഫ്രാൻസിസ് സേവറിന്റെയും ഫാദർ കോൺസ്റ്റന്റൈൻ ജോസഫ് ബെഷിയുടെയും പ്രതിമകളുടെ ഒരു നിരയുണ്ട്. ക്രിസ്തുവിനെ ക്രൂശിച്ചതായി വിശ്വസിക്കപ്പെടുന്ന യഥാർത്ഥ കുരിശിന്റെ ഒരു അവശിഷ്ടം പള്ളിയിൽ ഉണ്ട്. 16-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ചർച്ചസ് ഓഫ് ഇന്ത്യ ആണിത്. വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ് പൂണ്ടി മാതാ ചർച്ച്. ട്രിച്ചിയിൽ നിന്നും വളരെ അടുത്താണ്. അതുപോലെ തന്നെ കുംഭകോണത്തു നിന്ന് വരാനും വളരെ അടുത്താണ്. ഈ ഒരു ബസിലിക്ക ഡെഡിക്കേറ്റഡ് ടു അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് 1622 AD ഇറ്റാലിയൻ ജെസുയിസ്റ്റുകളാണ് പണികഴിപ്പിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ജെസുയിസ്റ്റുകൾ ഇന്ത്യയിലേക്ക് വന്നത് ക്രിസ്തുമതം പള്ളികൾ കൺസ്ട്രക്ട് ചെയ്ത് അതുവഴി ഇന്ത്യയിൽ പ്രചരിപ്പിക്കാനായിട്ടാണ്. 3 ഹോളി മാസസ് ആണ് എല്ലാ ദിവസവും ഈ ബസിലിക്കയിൽ നടക്കുന്നത്. പൂണ്ടി മാതാ ബസിലിക്ക ഒരു മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷൻ ആണ്. ഇവിടെ ജാതിമത ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും വരാനും പ്രാർത്ഥിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചരിത്രത്തിനെ കുറിച്ചും ആർക്കിടെക്ചറൽ സ്റ്റൈലിനെ കുറിച്ചും ഒക്കെ താല്പര്യമുള്ള ആൾക്കാർക്കും ഈ ദേവാലയം ഒരു മാതൃകയാണ്. കണ്ടിരിക്കേണ്ട സ്ഥലം, വന്ന് പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു ദേവാലയമാണ് ഇവിടെ. എന്താ കാറ്റ്! ഇത് ഈവനിങ് സമയം നമ്മളിങ്ങനെ ഇരിക്കുന്നു. ചുറ്റോട് ചുറ്റും ഇത്രയും ഒരു എന്താ പറയുക, ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കിളികളുടെ ശബ്ദം മാത്രം. അകത്ത് ഇനിയിപ്പോൾ മാസം നടക്കാനുള്ള സമയമാകുന്നു. അതൊക്കെ ആൾക്കാർ വന്നു തുടങ്ങും. അപ്പോൾ ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. വളരെ ദൈവികമായൊരു ഫീലിംഗാണ് ഇവിടെ നിൽക്കുമ്പോൾ. മനസ്സിങ്ങനെ ഭയങ്കര, നമുക്ക് എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടുന്നൊരു സ്ഥലമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മാതാവ് നടത്തിത്തരും. അപ്പോൾ അത്രയും പ്രാധാന്യമുണ്ട് ഈ ഒരു ബസിലിക്കയ്ക്ക്. പല ദേശങ്ങളിൽ നിന്നും ആൾക്കാർ വരാറുണ്ട്. വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥലമാണ്. എനിക്ക് വരാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പ്രാർത്ഥിച്ചു, അകത്ത് പോയി പുറത്തു നിന്നും
ഒക്കെ പ്രാർത്ഥിച്ചു, ഇതെല്ലാം കണ്ടു. ഇനി ഇച്ചിരി നേരം കൂടെ നിന്നിട്ട് തിരിച്ച് നമ്മൾ കുംഭകോണത്തേക്ക് തന്നെ പോകാം. ഇത്രയും കിളികൾ ഇവിടെ താമസിക്കുന്നുണ്ടോ? ഇത്രയും കിളികളുടെ കൂടെ ഇവിടെ ഉണ്ടോ? എനിക്ക് മനസ്സിലാവത്തില്ല. അത്രയ്ക്ക് ബഹളമുണ്ട് ഇവിടെ. എൻ്റെ ദൈവം, കാക്കയും തത്തമ്മ ഇവർ രണ്ടുപേരെയാണ് ഞാൻ കാണുന്നത് ഇഷ്ടംപോലെ ഈ തെങ്ങിലും മരങ്ങളിലും ഒക്കെ. ഒരു ബേർഡ് സാങ്ച്വറിക്ക് അകത്ത് കയറിയ പോലെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ നിൽക്കുമ്പോൾ. ഇവിടെ പ്രാർത്ഥിച്ചിരിക്കാനായിട്ടൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. റോസറിയൊക്കെ ആയിട്ട് നല്ല ഇരിപ്പിടങ്ങളും ഒക്കെ ആയിട്ട് പാർക്കുണ്ട്. ഈ സൈഡിൽ ഈ ബേർഡ്സിനെ വളർത്തുന്നൊരു ഏരിയ ഉണ്ട്. ചിൽഡ്രൻസ് പാർക്കുണ്ട്. ഭക്തജനങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ള റെസിഡൻഷ്യൽ ഫെസിലിറ്റീസ് ഉണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ഇത് വളരെ നല്ല രീതിയിലുള്ളൊരു വലിയൊരു ബസിലിക്കയും അതോടനുബന്ധിച്ചുള്ള സൗകര്യങ്ങളുമുള്ള വെരി ഫേമസ് പ്ലേസ്. അപ്പോൾ ഇവിടെ വരുന്ന ഞാൻ പറഞ്ഞല്ലോ ഭക്തജനങ്ങൾക്ക് താമസിക്കാനും ഭക്ഷണം കഴിക്കാനും എല്ലാ സംവിധാനവും ഉണ്ട്. ഫാദർ ലൂയിസ് സേവിയർ റെസ്റ്റോറൻറ്റ് ആൻഡ് റൂംസ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അതാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്കൊരു ചായ അല്ലെങ്കിൽ കോഫി, എൻ്റെ കൂടെ ആൾക്കാരുണ്ടല്ലോ, കോഫി ചായയൊക്കെ വേണം. ഞാനും ഒരു ഫിൽറ്റർ കോഫി കുടിക്കാമെന്ന് വിചാരിക്കുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ ഇവിടെ? ടിഫിൻ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ലഞ്ച്, ഡിന്നർ, ചപ്പാത്തി, കറി അതെല്ലാം ഉണ്ട് അല്ലേ. ഗസ്റ്റുകൾക്ക് താമസിക്കാം. പക്ഷേ ഇവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ സ്റ്റേ ചെയ്യാം. പള്ളിയുടെ കൺട്രോളിലാണ് ഈ റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ മേളിലുള്ള ഗസ്റ്റ് റൂംസ്. ഒരു കോഫി എല്ലാം കുടിച്ചിട്ട് പോകാം അല്ലേ. ഒരു പേപ്പർ റോസ്റ്റും കൂടി. ഓക്കെ, പേപ്പർ റോസ്റ്റ്. മൂന്ന് ചമ്മന്തി, റെഡ്, വൈറ്റ് ആൻഡ് അല്ല 2 ചമ്മന്തി, ഒരു സാമ്പാർ. ദിസ് ഈസ് ദ പേപ്പർ റോസ്റ്റ്. ചമ്മന്തി കൊള്ളാം. മടക്കാം. ചമ്മന്തി നോക്കട്ടെ. വൈറ്റാണ് കൂടുതൽ നല്ല. ഞാനൊരു ജസ്റ്റ് ട്രയൽ നോക്കാൻ വേണ്ടി കയറിയതാണ്. വിശന്നിട്ടില്ല. അഥവാ അവിടെ എത്തുമ്പോൾ ലേറ്റ് ആയാൽ ഇനി ഒരു 1.25 മണിക്കൂർ എടുക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിന്നർ കിട്ടില്ലല്ലോ. അങ്ങനെ ഏകദേശം 1.5 മണിക്കൂർ എടുത്തു നമ്മൾ തിരിച്ച് ബസിലിക്കയിൽ നിന്നും താമസിക്കുന്ന ഹോട്ടൽ പരിസരത്ത് എത്തിയിട്ടുണ്ട്. 1.5 hours. അപ്പോൾ രാത്രിയായി, 9 മണി ആകാറായി. സോ ഇനി നടക്കുകയാണ്. സിറ്റിയുടെ നടുക്ക് തന്നെ താമസിക്കുന്നത്. ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ് ഇവിടുത്തെ കുറച്ച് മാർക്കറ്റ് ഏരിയ എല്ലാം. ഇവിടെ അടുത്തൊരു ചെറിയൊരു കടയുണ്ടെന്ന് പറഞ്ഞു. അതായത് ഭവാനി എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റൈൽസ്, ആഞ്ജനേയ ടെമ്പിളിൻ്റെ ഓപ്പോസിറ്റ്. അവിടെ കുറച്ച് സാധാരണ സാരീസ്, ജോർജറ്റ്, പൂനം സാരീസ് എല്ലാം വില കുറച്ച് ആണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് നോക്കാം. രാത്രി ഇങ്ങനെ ചുമ്മാ നടക്കുന്നത് നല്ല രസമാണ്. കുറേ വറവൽ ഐറ്റംസ് കിട്ടുന്ന കടകളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ചിപ്സ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ. ഇനി ഈ ഒരു കട്ട് റോഡാണ് അവർ പറഞ്ഞു തന്ന അനുസരിച്ചിട്ടാണെങ്കിൽ ഇതാണ് ആഞ്ജനേയ ടെമ്പിളിൻ്റെ ഭാഗം. അവിടെ നിന്ന് ഓപ്പോസിറ്റ് റോഡിലൂടെ നടക്കണം. എനിക്ക് ഭയങ്കര പേടിയുള്ള ഏരിയയോട് ക്രോസ് ചെയ്ത് ഞാനിങ്ങനെ സ്റ്റക്കായി നിൽക്കും കുറേ നേരം. അയ്യോ, യെസ്, രക്ഷപ്പെട്ടു. ഇതൊരു മാർക്കറ്റ് സ്ട്രീറ്റാണ് കേട്ടോ. രാത്രി കച്ചവടം, നൈറ്റ് മാർക്കറ്റ്സ് വഴിനീളെ ഇങ്ങനെ നാടൻ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് കേട്ടോ. വീടുകളിൽ നിന്നും കൊണ്ട് വയ്ക്കുന്ന പോലെ പലതരം പഴം, തേങ്ങ, നാരങ്ങ, വെണ്ടയ്ക്ക, ഇലകൾ, വാഴപ്പിണ്ടി, പലതരം ചീരകൾ. ഇവിടെ എല്ലാം ചീര, പലതരം ചീര, പഴക്കൂമ്പ് ഫ്രഷ് ആയിട്ട് കൊണ്ട് വെച്ചിരിക്കുക. ഇത് എക്സ്ക്ലൂസീവ് പഴത്തിൻ്റെ കടയാണെന്ന് തോന്നുന്നു. പലതരം പഴം. ഇതൊക്കെ നോക്കിയാൽ ഫാൻസി സ്റ്റോഴ്സൊക്കെ കുറേ ഉണ്ടല്ലോ ഇവിടെ. മൊബൈൽ ഷോപ്സ്, കുറേ കടകളുണ്ട് കേട്ടോ. ഇതൊരു നല്ലൊരു മാർക്കറ്റാണ്. ഇവിടെ എല്ലാം റെക്കോർഡഡ് അനൗൺസ്മെൻറ്റ്സ് ആണ്. വില 1.5 കിലോ മാമ്പഴം 100 രൂപ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കും. ഇതൊക്കെ കേട്ടോണ്ടിരിക്കും. ഭവാനി ടെക്സ്റ്റൈൽ ഇത് തന്നെ. ഓ, താങ്ക് യു. ഇത് തന്നെ നേരെ ഓപ്പോസിറ്റ് ചെറിയ കടയാണ്. ഈ ഓൺലൈനായിട്ടൊക്കെ നമ്മൾ കാണുന്ന പല സാരീസും ഇല്ലേ പർച്ചേസ് ചെയ്യുന്നത്, ആ ടൈപ്പ് ജോർജറ്റ് ആണെങ്കിലും ഷിഫോൺ, അങ്ങനത്തെ പൂനം സാരീസ്, കോട്ടൺ, യു ഹാവ് കോട്ടൺ ഓൾസോ, കോട്ടൺ സാരി, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൺലൈൻ കാണുന്ന ടൈപ്പാണ്. ഇതെനിക്ക് ഇഷ്ടമുള്ള ടൈപ്പാണ്. ഞാൻ സാധാരണ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നതാണ്. ഇതൊക്കെ എത്ര? 600.
600 രൂപ. ഇത് വിത്ത് ബ്ലൗസാണ്, പക്ഷേ ബ്ലൗസ് നമുക്ക് എടുക്കണം നിർബന്ധമില്ല. വിത്ത് ബ്ലൗസ്. ഇത് എല്ലാ കളറും എനിക്ക്. ഓക്കെ, ഇത് വേറെ ടൈപ്പ്. ഇത് ബൂട്ട്. ഓ, ഇതെന്ത് മെറ്റീരിയൽ? ഇത് ഷിഫോൺ. ഇത് ത്രെഡ് വർക്കാണോ? ജെറി, സിൽവർ ജെറി പോലെ വെച്ചിട്ട് ബൂട്ടാസൊക്കെ ആയിട്ട്. ഇത് എന്താ വില? കുറച്ച് പ്രൈസ് 650. ഇതെല്ലാം ആ റേഞ്ചാണ് അല്ലേ? 600, 650. ഓക്കെ, ഇതിൻ്റെ തന്നെ ഇത് ഗ്രീൻ. ഇത് തന്നെ ഇത് അല്ലേ? സെയിം. ദേ ആ ഒരു ഷിഫോൺ അല്ലേ? സിൽവർ ബൂട്ടി വെച്ചിട്ടുള്ള നൈസ് കളേഴ്സ്. 650 വിത്ത് ബ്ലൗസാ? നല്ല ഭംഗിയുണ്ടല്ലേ? ഒരെണ്ണം ജസ്റ്റ് ഇതൊന്ന് എടുത്തു. നല്ല മെറ്റീരിയൽ, ഫ്ലോയി ആയിട്ട് കിടക്കും. സീ ത്രൂ ഒന്നുമല്ല, പക്ഷെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട്. ദിസ് ദ ബ്ലൗസ് ആയിട്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നൈസ്. 650 രൂപയ്ക്ക് നല്ല ലാഭം. നൈസ് കളേഴ്സ്. ഇത് ഒരു കളറുണ്ട്, മെജന്ത ഉണ്ട്. പിന്നെ ഇത് കളർ, ഇത് മാറ്റാവോ? ഓക്കെ. പിന്നെ ഇതിൻ്റെ തന്നെ വാടാമുല്ല കളറുണ്ട്, ബ്ലൂ. ഓ, ഇതും സെയിമാ? ദിസ് ഈസ് ഡിഫറെൻറ്റ്, ലിറ്റിൽ ഡിഫറെൻറ്റ്, ബട്ട് സെയിം. ഇത് വേറെ അല്ലേ? ഡിഫറെൻറ്റ്. കുറച്ചുകൂടെ വ്യത്യാസം. എല്ലാം ആ ടൈപ്പാണ്, പക്ഷേ നോക്കിയേ ഡിസൈനൊക്കെ കുറച്ചൊന്ന് മാറും. 650 തന്നെയാണ്. ഓക്കെ, ഓൾ 650. ഓ, വെരി നൈസ്. ഒരു എന്താ ഒരു ഗ്രീൻ. കൊള്ളാം, എനിക്കിഷ്ടമായി കേട്ടോ. ഐ ലൈക്ക് ദിസ്. ഇത് ഒരു ടൈപ്പ്. ഇത് 650. 250, 300 കൂടെ കാണിക്കണേ. 400, 500 എല്ലാ റേഞ്ചിൽ. 1000-ൻ്റെയും കാണിക്കും കേട്ടോ. അല്ലേ? ഇതെടുക്കാം. ഓ, നോക്കൂ, ഫുൾ സ്റ്റോൺ വർക്കൊക്കെ ഉള്ളത്. 775 ആണ് ഇതൊക്കെ. 775 വർക്ക് സാരീസ്. ഇത് 890. നിറച്ച് വർക്ക് ഉണ്ട്. ഇത് ഫുൾ അല്ലേ? ഫുൾ വർക്ക് ഇതുപോലെ ഇരിക്കും. ഇത് 930. ഇത് 890. ഓ, ഭയങ്കര. അതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ട് ഇതുപോലെ. വെരി നൈസ്. 940. ഇതെന്താ പട്ടു പോലെ ഇരിക്കുന്നത്? ഫാൻസിയാ? ഫാൻസി ബ്ലൗസ്. ഓക്കെ, ഇത് നോക്കിയേ. ഇത് വർക്ക് ചെയ്ത ബ്ലൗസാണ്. ബ്ലൗസ് ഇത് കയ്യിൽ വരുമോ? ഓ, കയ്യിൽ. 940 സാർ. ബാക്ക് സൈഡും. ഓ, നൈസ്. പട്ട് സാരി തോറ്റു പോവും. മുന്താണി. ഓക്കെ, മുന്തി. ഇറ്റ്സ് എ നൈസ് സാരി. പട്ടു എന്ത് അപൂർവ പട്ട് മാതിരി. ഓക്കെ, അപൂർവ പട്ടിൻ്റെ ഒരു കുറച്ചുകൂടെ ഒരു സ്മോളർ വേർഷൻ. അങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ, പല കളേഴ്സിൽ. ഓക്കെ, അത് വേറെ ഈ കളർ ഭയങ്കര ഇതായി. ഓ, വെരി നൈസ്. നൈസ് സാരീസ്, വർക്ക് സാരീസ്. അതിൻ്റെ തന്നെ വേറൊരു കളർ വാടാമില്ല. അതിൻ്റെ ഓ, ഗ്രീൻ. പിന്നെ അനദർ കളർ ഉണ്ടോ? പച്ച. ഏത് വേണം? എല്ലാം 940. സോ മെനി സാരീസ്, സോ മെനി കളേഴ്സ്, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്. ഇത് ആ ബ്ലൗസും കൂടി വരികയാണേ. അതായത് ബാക്കിലും വരും വർക്ക്, കയ്യിലും വരും വർക്ക്. ഈ ഒരു കളറ്. ഇത് ഗ്രീൻ ആൻഡ് റെഡ്. നൈസ്. ഈ കോമ്പിനേഷൻസ് ഒന്ന്. ഇത് രണ്ടും സെയിമാ? സെയിം. ഓക്കെ. ഒരെണ്ണം എടുക്കും. ഇത് വെളിയിൽ. ഇത് കരിമീൻ കാട്ടിൽ കയറി ആനയുടെ അവസ്ഥയിലാണ് ഞാൻ. യെസ്, വാവ്, നൈസ്. ഹെവി ലൈനാ? ഓക്കെ, നോർമൽ. ഇതിങ്ങനെ ഫ്ലീറ്റ് എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ? ഇത് ബാക്കിലെ വർക്ക്, ഇത് കയ്യിലെ വർക്ക്. ഓ, കൈ. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ഇത് നല്ലൊരു കളർ കോമ്പിനേഷൻ. ഐ ലൈക്ക് ഇറ്റ്. ഇത് ഒരു ടൈപ്പ്. ഇത് വേറെ ടൈപ്പ് അല്ലേ? ഇത് 610.
ഫാൻസി മൾട്ടി കളർ. അങ്ങനെ ഇരിക്കുക സാരി. പുഷ്പ 2 മോഡൽ. ഇവിടെ എല്ലാം കുറേ അങ്ങനത്തെ സാരീസ് ഉണ്ട്, പല കളേഴ്സിൻ്റെ. ഞാൻ ഇങ്ങനത്തെ സാരീസ് ഉടുക്കുന്ന ആളാണ്. എനിക്ക് ഇങ്ങനത്തെ വേറൊരു കളറുണ്ട്, ഗോൾഡ്. വാവ്. ഓ, ടിഷ്യൂ സാരി തോറ്റു പോകും. നൈസ് ഗോൾഡൻ സാരി. ഇനി ഇത് മേടിച്ച് നമുക്ക് ഡ്രസ്സ് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും ആകാം. അത് ഭയങ്കര ലാഭമല്ലേ, ഈ മെറ്റീരിയൽ മേടിച്ചിട്ട് ഡ്രസ്സിന് വേണ്ടിയിട്ട് തയ്ക്കാം. ഇതും സെയിം പ്രൈസാ? ഹൗ മച്ച്? കിത്തന? 730 ഓൺലി 730. ടിഷ്യൂ സാരി 750 വരും. ഒറിജിനൽ ടിഷ്യൂ അല്ല, പക്ഷേ നമുക്കത് ഭയങ്കര സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും. കുറേ സാരി ഉണ്ട് കേട്ടോ. ഈ ഒരു ചാകരയാണ് ദൈവമേ, എല്ലാം കണ്ടാൽ ഞാൻ എല്ലാം മേടിക്കും മിക്കവാറും. പുള്ളി കാണിച്ചു തന്ന സാരി കണ്ടിട്ട് തന്നെ എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ തോന്നുന്നു. ഈ ടൈപ്പ് വിച്ച് വൺ? അത് ബ്ലാക്ക് സിൽവർ വർക്ക്. ഓക്കെ, ബ്ലാക്ക്. അതിന് തന്നെ ബ്ലാക്ക്, ഫുൾ ബ്ലാക്ക്. ബ്ലാക്ക് ഇസ് അഗൈൻ എ വെരി ബ്യൂട്ടിഫുൾ കളർ. എല്ലാം എലഗൻറ്റ്. സിൽവറാണ്, സിൽവർ വർക്ക്, സിൽവർ ജെറി ആൻഡ് അതിൻ്റെ ഒരു നൈസ്. ഇങ്ങനെ സാരീസ് നമുക്ക് ഡ്രസ്സിന് വേണ്ടിയും വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഡ്രസ്സ് ഫ്ലോയി ടൈപ്പ് ഡ്രസ്സൊക്കെ ഉണ്ടാക്കാനായിട്ട്. ബ്രാസോ മോഡൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ടൈപ്പ് സാരിയാണ്. ഇത് ഈ മോഡൽ നല്ല സോഫ്റ്റാണ്, ഫ്ലോയി ആണ്. ബ്രാസോ സാരീസ് 450 ഓ 450. ഇങ്ങനത്തെ ടൈപ്പ് സാരി. ബ്രാസോ മോഡൽ ബ്ലൗസ്. ഓക്കെ ഓക്കെ. ഇനി ഏതാണുള്ളത്? ഇതിൻ്റെ പല കളേഴ്സ് കിട്ടും. ഓ, ഇതാണിപ്പോൾ പറഞ്ഞത് ബ്രാസോ സാരി. ഏമി ബ്രാസോ ഹേ? ആ ആ 320. 320 രൂപയേ ഉള്ളൂ. ഓക്കെ. ബ്രാസോ നല്ല കളർ കോമ്പിനേഷൻസ്, വെരി സോഫ്റ്റ്. ഓ നൈസ്. 320 കൊള്ളാലോ. ബ്ലൗസ്. ഓക്കെ ഓക്കെ. ഓ എന്താണ് പിങ്ക്. ഇതിൻ്റെ പല കളേഴ്സ് കേട്ടോ. ബ്രാസോ സാരീസ് നോക്കിയാൽ എന്ത് ഭംഗിയായിരിക്കുന്നു. വാവ്, സോ മെനി കളേഴ്സ്, കളർ കോമ്പിനേഷൻസ്. മതി 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 മതി. ഇതൊക്കെ ഉണ്ടോ? നല്ല പ്രിൻറ്റ്. എനിക്ക് പ്രിൻറ്റ് നല്ല ഇഷ്ടമായി. ഇതൊക്കെ 350 രൂപയേ ഉള്ളൂ കേട്ടോ. ഒരു ഫാൻസി സാരിയാണ്, നല്ല ഇങ്ങനെ കൊടുക്കാൻ പറ്റും. മൾട്ടി കളർ ബോർഡർ, ഫ്ലോയി ടൈപ്പാണ്. അതിൻ്റെ തന്നെ വേറൊരു കളർ കോമ്പിനേഷൻ. ബ്ലാക്കിൽ വലിയ ഫ്ലോറൽ പ്രിൻറ്റും ബോർഡർ റെഡ് ആൻഡ് അത് നല്ല ഭംഗിയുണ്ട്. നൈസ്. ബ്രാസോ 350 ഉള്ളൂ. ഈ ചെക്സ് പാറ്റേൺ ക്യാ ഹേ? ഈ ബ്ലൂ. ഇവര് ഹിന്ദിയാണ് കേട്ടോ സംസാരിക്കുന്നത്, ഇവിടെ തമിഴല്ല. ഇവർ ഇതർ സേ ഹേ? രാജസ്ഥാൻ. ഓക്കെ, രാജസ്ഥാനാണ് അവരുടെ സ്വദേശം. ഓ ഇതിങ്ങനെ. ഓക്കെ, ഒരു ചെക്സ് ഒരു ബ്ലൗസ്, ഭയങ്കര ഫാൻസി. ഇതൊക്കെ കിത്തന? 475. ഓക്കെ. ആ ഇനഫ്. ഓക്കെ, ഇതിങ്ങനെ ലൈൻസ് വരുന്ന ടൈപ്പ്. അഗൈൻ 475. ഓക്കെ, 10% ഡിസ്കൗണ്ട്. 10%. അതിലും ഡിസ്കൗണ്ടോ? 475 അതിലും കുറയും. ഓക്കെ, അതിൻ്റെ പല കളേഴ്സ് ഉണ്ട്, ലൈൻസിൻ്റെ സ്ട്രൈപ്സ്. കോട്ടൺ കാണാം. കോട്ടൺ, പ്യുവർ കോട്ടൺ. പ്യുവർ കോട്ടൺ നല്ല 940, 950, 975 ആ റേഞ്ചില്ല. ഇത് 850. ഓക്കെ ഓക്കെ. പീകോക്ക് ബ്ലൂ, പല പല കോൺട്രാസ്റ്റ് കോമ്പിനേഷൻസ് ഉണ്ട്. ഇതുണ്ടോ നല്ലത്. ഇതിൻ്റെ വില 850. നല്ല പ്യുവർ ഹാൻഡ്ലൂം കോട്ടൺ. ഓ നോക്കൂ, ഒരു ഓറഞ്ച് പോലെ ഒരു കാവി കളറ്, അതിൻ്റെ കൂടെ ഒരു പച്ച, യെല്ലോ ആൻഡ് ഗ്രീൻ. ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻസാണ് കേട്ടോ. 850 ആണ് ഇതിൻ്റെയൊക്കെ വില. ഓറഞ്ച് ആൻഡ് ഗ്രീൻ. ഓറഞ്ച് എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ ഓറഞ്ച് അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഇതെല്ലാം പല പല കോമ്പിനേഷൻസ്. ബ്ലൂ, ഓൾ ചെക്സ്. ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് അഗെയിൻ നൈസ്.
ഓ എന്തൊക്കെ എടുക്കുന്നതിന് പണിയായി. എനിക്കില്ലാത്തൊരു ഷെയ്ഡ് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കണു. അതേ നോക്കിയേ, ഇറ്റ്സ് നൈസ്. ഒരു ലൈറ്റ്. ओ पटियाला मॉडल भी ए अनारकली है. अनारकली पटियाला मॉडल സാധനങ്ങൾ കുറേ ഉണ്ട്. पटियाला ഇത് पटियाला. अनारकली सामने दुकान दूसरा दुकान आपका है. ഓ അത് ശരി. അനാർക്കലി ടൈപ്പ് ഉണ്ട് അപ്പുറത്ത്. ഇത് കുറേ സമയം സ്പെൻഡ് ചെയ്ത് നോക്കി വാങ്ങാനുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ. ഓ മൈ ഗാഡ്, സോ മെനി സാരീസ്, വെരി ചീപ്പ്. बनारसी ओके. सॉफ्ट बनारसी नहीं, सॉफ्ट बनारसी അതിൻ്റെ ഒരു വേർഷൻ. ആ നല്ല കളർ. 850 ഉള്ളി. ഓക്കെ, ദിസ് बनारसी. വാവ്, दूसरा कलर നല്ല കളറാണ്. അതിൻ്റെ തന്നെ പല പല കളർ കോമ്പിനേഷൻസ്. ഇതൊരു നല്ല കോമ്പിനേഷനാണ്. എൻ്റെ ഒരു ഫേവററ്റ് കളർ കോംബോ ആണ് ഇങ്ങനെ വരുന്നത്. ഇറ്റ്സ് നൈസ്. ഓൾ സബ് 850. ഓക്കെ, എല്ലാം 850 ആണ്. ഓറഞ്ചിൻ്റെ കോമ്പിനേഷൻ ഓക്കെ. ഓറഞ്ച്. ഓ എന്ത് നല്ല സാരീസാണ്. 850 ഉള്ളി. സോ നൈസ്. ഇതും ഓക്കെ. ഇതൊരു ഫ്ലഷ് കളറിന് പിങ്ക് ആൻഡ് ബ്ലൂ. ഷോ ബ്യൂട്ടിഫുൾ സാരി. സോ ബ്യൂട്ടിഫുൾ. ബനാറസി 850. ലിനൻ സാരീസ് ഉണ്ട്. ലിനൻ എന്ന് വെച്ചാൽ ലിനൻ ടൈപ്പ്. ഈ ടൈപ്പ് തന്നെ ഇതൊക്കെ ലിനനാണ്. ലിനൻ്റെ സെക്കൻഡ് ടൈപ്പ്. ഒരു ചെറിയൊരു മിക്സിംഗ് ഉള്ള ലിനനാണ്. ഒരു പൊന്നോ എത്ര സാരി ഇത്, എനിക്ക് വയ്യ. ലിനൻ ടൈപ്പ്. സി, പ്യുവർ ലിനൻ അല്ല, ഇത് ചെറിയൊരു സിന്തറ്റിക് മിക്സ് ഉണ്ട്. 375. ഓക്കെ, 375 ഉള്ളൂ കേട്ടോ. 375. 435. ഇത് ലിനൻ അല്ല, ഇതല്ലാത്ത ജോർജറ്റ് ടൈപ്പ്. ഇതാണ് നമ്മുടെ ലിനൻ ടൈപ്പ് സാരി. ഒക്കെ 1 lakh കാഷ്വലായിട്ട് നമ്മളിങ്ങനെ കൊടുക്കുന്ന സാരീസ്. 375 ഉള്ളി. സോ ദിസ് ഇസ് എ വെരി നൈസ് സാരി ഫോർ 375. മേടിക്കാൻ തുടങ്ങി ഇത് മുഴുവൻ വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന് എനിക്ക് മനസ്സുണ്ട്. 550. ഓക്കെ, AB 550. ഓ വൈ ഇतना ഡിഫറൻസ്? ക്യൂ? ക്ലോത്ത് ഇസ് ഡിഫറെൻറ്റ്. കുറച്ചുകൂടെ ലിനൻ, കുറച്ചുകൂടെ ബെറ്റർ ലിനൻ സാരീസാണ് ഇത്. 550. വാവ്. ഇതതിൻ്റെ മുന്താണി. ബ്ലൗസ് ബി ഹേ? ये है ब्लाउज, ചെറിയ പ്രിൻ്റുള്ള ബ്ലൗസ്. ഓക്കെ, സ്മോൾ പ്രിൻറ്റ്. ഓക്കെ, ടേക്ക് ദിസ് ഓൾസോ. പ്യുവർ ലിനൻ है आपके पास? नहीं है. ഓക്കെ, പ്യുവർ ലിനന് ഭയങ്കര വിലയാണ്. പക്ഷേ ഇതൊരു ചെറിയൊരു സിന്തറ്റിക് മിക്സ് വരും. പക്ഷേ കൊള്ളാം. 550, 450, 350 ആ റേഞ്ചാണ്. ഇതെല്ലാം കൂടി കൂട്ടി വരുമ്പോൾ നല്ലൊരു എമൗണ്ട് ആവും. നമ്പർ ഓഫ് സാരീസ് കൂടുതലല്ലേ വാങ്ങണേ. ഇത് ഭവാൻ. ഇത് എന്നാ ഇത്? വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് ജോർജറ്റ്. പൂനം. പൂനം. ആ, പൂനം ജോർജറ്റ്. ഓക്കെ, 2 color. ഓക്കെ, 420. ഡിസ്കൗണ്ട് भी है इसको. ഓക്കെ, എല്ലാത്തിനും 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ടായി കടയിൽ കയറി കൊച്ചു പിള്ളേരെ പോലെയാണ് സാരിക്കടയിൽ കയറിയിട്ട് ഈ ഒരു അവസ്ഥ. ഇതൊരു ചെറിയ കടയാണ്. ഭവാനി ആണ് പേര്. ആഞ്ജനേയർ കോയിലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ. ഈ സരസ് റോഡ് എന്നാണ് ഈ റോഡിന് പറയുന്നത്. സരസ് റോഡിൽ വന്ന് ഭവാനി. ഭവാനി ബസ് സ്റ്റാൻഡ് ഇതേ. ഓ, ഇതിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ അടുത്താണ് കേട്ടോ കുംഭകോണം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഭവാനി ടെക്സ്റ്റൈൽസ് ഓർ ഭവാനി എന്ന് ചോദിച്ചാൽ ആര് വേണമെങ്കിലും പറഞ്ഞു തരും. ഭയങ്കര ലാഭം. ഓക്കെ, ഇവിടെ ഒരു 1500 മേലെയുള്ള സാരീസൊന്നും ഇല്ല. എല്ലാം ഒരു 275 തൊട്ട് തുടങ്ങുന്നു. സോ ഫൈനൽ ये पूनम पूनम ये कितना का है?
നല്ല സോഫ്റ്റ് 275 ആണ്. ഇത് പിന്നെയും ഡിസ്കൗണ്ട് കിട്ടും. ഓ നല്ല സോഫ്റ്റ്, വെരി സോഫ്റ്റ്. ദിസ് കോട്ടൺ എ ടൈപ്പ്, ലിനൻ ടൈപ്പ്. അതും കൊള്ളാം, 350. നൈസ്. ഓക്കെ, വിൽ ടേക്ക്. എന്താണേലും എടുക്കുകയാണേ. അയ്യോ എൻ്റെ മീൻ എനിക്ക് വയ്യ. ഞാനിങ്ങനെ കാഷ്വൽ വെയറിനൊക്കെ പൂനം സാരീസ്, എനിക്കിങ്ങനെ ഫ്ലോയി ടൈപ്പ് സാരീസ് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ കാണാറുണ്ടല്ലോ ഞാനിരുന്ന്. വാവ്, ലവ് ഹാർട്ട്. ഈ സെയിം കളർ ഹേ, റെഡ്. ഓ മൈ ഗോഡ്, ഇതെല്ലാം 350. സർ 275. ഡിസ്കൗണ്ട് കഴിഞ്ഞ് 250 രൂപയ്ക്ക് കിട്ടേണ്ട സാരികളാണ് ഇതെല്ലാം. ഒഷോ എനിക്ക് വയ്യ. സോ മെനി സാരീസ്. ഓ ഫ്ലോറലൊക്കെ എന്ത് ഭംഗി ഇത്. എൻ്റെ അമ്മേ, നിങ്ങൾക്ക് ഇതെല്ലാം ഞാൻ ഉടുത്തോണ്ട് നടക്കുന്ന കാണാം കേട്ടോ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സാരി. ഇത് വേണം. ഇതിൻ്റെ മുന്താണി ഇതുണ്ട്, മൾട്ടി കളറായിട്ട് വരും. എന്നിട്ട് മുന്താണി ഈസ് പ്രിൻറ്റഡ്. അതൊരു ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ബസ് മതി. എൻ്റെ പൊന്നു, അതെ ഫുൾ പ്രിൻ്റ് ബോർഡർ മാത്രം. എൻ്റെ കളറൊക്കെ ഉണ്ടാ ഞാൻ വാങ്ങാതിരിക്കുമോ? എൻ്റെ ദൈവമേ, ഞാൻ പൊട്ടി പോളിഷായി. എത്ര വെറൈറ്റി ഓഫ് സാരീസ്, എല്ലാം പൂനം സാരീസ് കേട്ടോ. നമുക്ക് ആ മെറ്റീരിയൽ എന്ന് വെച്ചാൽ അത്ര സോഫ്റ്റാണ്. ഇങ്ങനെ ഫ്ലോയി നമ്മുടെ ദേഹത്ത് ഇങ്ങനെ പിടിച്ച് 250 രൂപയ്ക്ക് എനിക്ക് കിട്ടാൻ പോണം. ഫ്ലോറസെൻറ്റ് ഇത് മൾട്ടി. ഇത് നമ്മൾ ഓൺലൈൻ വാങ്ങണ ടൈപ്പ്. ഒരു പാക്കറ്റിനകത്ത് കുറേ സാരി കാണും. സബ് കിത്തനാക്കാ ഹേ एक पैक? 4 സാരി സെപ്പറേറ്റ്. ഓ ഇത് 300. ഞാൻ വെച്ചതെല്ലാം കൂടെ ഒന്നിച്ച് കിട്ടും. നമ്മൾ ഓൺലൈനായിട്ട് ചിലപ്പോൾ അങ്ങനെ വായിക്കാറുണ്ട്. സെപ്പറേറ്റ്. ഓക്കെ അണ്ടർസ്റ്റുഡ്. 5.5 മീറ്റർ എല്ലാം 5.5 മീറ്റർ. ഓക്കെ. सैंपल ले रहा देखो. ओके 1 2. इसमें 3 कलर है, येलो, रेड एंड ऑफ वाइट. इसमें ब्लू, पिंक एंड ऑफ वाइट. ഇതിൽ 3 മൾട്ടി കളേഴ്സ്. ഓ രക്ഷയില്ല. ഓക്കെ ബ്ലാക്ക്. എത്ര സാരിയായി? കാറിൽ വന്നാൽ നന്നായി, ഇതെല്ലാം കൊണ്ടുപോകാനല്ലെങ്കിൽ ബുദ്ധിമുട്ടിയേനെ. എന്ത് ഭംഗി നോക്കി ഈ സാരി ഞാൻ എടുത്തേ. നൈസ് ഫ്ലോർ. വളരെ സട്ടിലായിട്ടൊരു കളറുണ്ട്. സട്ടിലായിട്ട് ഞാൻ സാധാരണ എടുക്കുന്നൊരു കളറല്ല, ഒരു വൈറ്റിൻ്റെ ഒരു കോംബോമാണ്. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പാവം കളറ്, വലിയ ബഹളമൊന്നും ഇല്ലാണ്ട്. പക്ഷെ നല്ല എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നൊരു കളർ കോമ്പിനേഷൻ. ഇതിൻ്റെ പിങ്ക്, ഇതൊക്കെ അമ്മയുടെ ചോയ്സാണ് ഇങ്ങനത്തെ സാരീസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് അമ്മ ഓർമ്മയുള്ളൂ. അമ്മ സോഫ്റ്റ് കളേഴ്സിൻ്റെ ആളാണ്. എല്ലാം 275 250 ആ റേഞ്ച്. ഫുള്ള് വർക്ക് ചെയ്ത സാരീസാണ്. ഇതൊക്കെ 890 ഉള്ളൂ. ഓക്കെ, വെറുതെ കാണിക്കുന്നേ ഉള്ളൂ. അതായത് പുറത്ത് ഡിസ്പ്ലേ കിട്ടുന്ന കുറേ സാധനങ്ങൾ അകത്തേക്ക് കൊണ്ടുവരാണ്. കട ക്ലോസിങ് ടൈം ആയിക്കൊണ്ടിരിക്കുന്നു. ഈ സാരി കടയുടെ കുറേ കൊണ്ടുപോകണമെങ്കിൽ മൊത്തം കൊണ്ടുപോകണമെന്നത്. ഇതിന്ന് ഇത്രയൊക്കെ എടുത്തു. എത്ര സാരി എടുത്തു? 1 2 3 4 5 6 8 9 10 11. ഇതൊന്നും ഞാൻ എടുത്തല്ല. ഇതല്ല, സോറി, ഇതെടുത്താണ്. ये सब मेरा नहीं, या मेरी ये ब्लू. ओके 13 14 15 16 17 18 19 21 22 23 സാരീസ്. തെറ്റിദ്ധരിക്കരുത്, 23 സാരി ഉണ്ട്. പക്ഷെ ഒന്നും വില കൂടിയതല്ല. ഇതെല്ലാം കൂടി എടുത്തു വരുമ്പോൾ നമ്മളൊരു കോസ്റ്റ്ലി ആയിട്ട് ഒരു സാരി വാങ്ങിക്കാം, 1 2 സാരി വാങ്ങിക്കുന്നതിൻ്റെ പൈസ ആവുള്ളൂ.
അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു 4 പുതിയ ഒരു 10 അങ്ങനെ വിചാരിക്കാം. ഇത് എനിക്ക് എത്ര പ്രാവശ്യം കൊടുക്കാം, 23 വീഡിയോസിൽ എനിക്ക് ഈ സാരീസ് കൊടുക്കാൻ പറ്റും. സോ ഇറ്റ്സ് അങ്ങനെ വിചാരിക്കാം. ഓക്കെ, പിന്നെ എൻ്റെ കണ്ണിങ്ങനെ അകത്തേക്കൊക്കെ പോവാണ്. കാണിച്ചു തന്നതാ, ഇത് കാണിച്ചു തന്നതാ, കാണിച്ചതാ. ഓക്കെ ഓക്കെ, പ്ലെയിൻ സാരി. ഓ, അത് വേറൊരു കാറ്റഗറി. പ്ലെയിൻ, ഇത് 275 ഉള്ളി. ക്യാ മെറ്റീരിയൽ है? ഷിഫോൺ है, ബട്ട് വെരി തിൻ. ഓ, കണ്ണാടി പോലെ ഇരിക്കുന്നു. പക്ഷേ ഇത് നമുക്ക് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കളേഴ്സ് പ്ലീസ്. നല്ല എന്താ പറയുക, അനാർക്കലി ടൈപ്പ് ഡ്രസ്സ്, ഫ്ലോയി ഒക്കെ ഇടാനായിട്ട് നമുക്കിങ്ങനെ മേടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ വേണമെങ്കിൽ ദാറ്റ് വുഡ് ബി നൈസ്. നല്ല കളർ കോമ്പിനേഷൻസ്. സാരി കേട്ടോ, സാരിയായിട്ട് കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ആകാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡ്രസ്സ് തയ്പ്പിക്കാൻ ബ്ലൗസ് 275 ഉള്ളി ഫോർ ദ സാരി. നമുക്കൊരു ബ്ലൗസിൻ്റെ തയ്യൽ കൂലി പോലും നമ്മൾ 800, 1200 അല്ലേ കൊടുക്കുന്നത്. ഡ്രസ് സ്റ്റിച്ച് करने के लिए भी अच्छा है ना. ലൈനിങ് വെച്ചിട്ട് തയ്ക്കണം, അത്രേ ഉള്ളൂ. 25 സാരിയായി ടോട്ടൽ. തീരുന്നില്ല, ഇഷ്ടം പോലെ ഉണ്ട്. ഗ്രേ പ്ലെയിൻ, നല്ല ബ്ലൗസിൻ്റെ കൂടെ എല്ലാം ഇടാം. നല്ല മെറ്റീരിയൽ. ഹൗ മച്ച്? കിത്തന? 745 പ്ലെയിൻ. നൈസ് മെറ്റീരിയൽ. ഓ, അതിന് 70 രൂപ കുറയും, അപ്പം 700 ഒക്കെ ആവുള്ളൂ. അതിൻ്റെ തന്നെ ബ്ലാക്ക് ഉണ്ട്, ബ്ലാക്ക് ആൻഡ് ഗ്രേ ബ്ലൗസ് വേണ്ട, നമുക്ക് ഇങ്ങനത്തെ ഡിസൈനൊന്നും ഇടില്ലല്ലോ. പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് വേറെ ബ്ലൗസസ് മേടിച്ചാൽ മതി. ദൂസര കളർ ലൈറ്റ് ഷെയ്ഡ്, പ്ലെയിൻ ഫ്ലഷ് കളർ. ഓ, ഉള്ളിത്തൊലിയുടെ കളറുണ്ട്, ഈ ഒരു ഷെയ്ഡുണ്ട്, പീച്ചുണ്ട്. ഓക്കെ, ദിസ് കളർ ഇസ് നൈസ്. ദിസ് ഇസ് എ നൈസ് കളർ. ഇതൊരു നല്ല കളറാണ്, ലാവൻഡർ. ഒരു എത്ര കളർ ചോദിച്ചാൽ ഇതൊരു ഇറ്റ്സ് ഹോൾസെയിൽ ആയിനാ? ഹോൾസെയിൽ, അതുകൊണ്ടായിരിക്കും ഹോൾസെയിൽ ഇടയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്ന് വാങ്ങിച്ചിട്ട് ബിസിനസ്സായിട്ട് തുടങ്ങണമെങ്കിൽ തുടങ്ങാം. റീസെയിൽ പരിപാടി. കളേഴ്സ് സോ മെനി കളേഴ്സ്. മൈലാഞ്ചി കളറാണ്. ना ये नहीं चाहिए, ये टाइप नहीं. ये सब काफ़ी ഒരുവിധം സെറ്റായി. നോ, പുള്ളി എനിക്കിനി വീണ്ടും കാണിച്ചിരുന്നു. വേണ്ട ഇറ്റ്സ് ഓക്കെ. ദേക്കോ പറഞ്ഞാൽ ഞാൻ ദേക്കോ മാത്രമല്ല, മേടിച്ചോണ്ട് പോകും അങ്ങനത്തെ ആളാണ്. ഓക്കെ, ദേക്കോ നിർത്തുന്നതാണ് നല്ലത്. ഇനി വേണ്ട. ദാറ്റ് ഗോൾഡൻ ടൈപ്പ് നോ? ഹൈസാണ്. അവിടെ ഒരു ഗോൾഡൻ എടുത്തതിൻ്റെ വേറൊരു, അത് പക്ഷേ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിരുന്നു. ഇതൊക്കെ 850 ഒക്കെ ഉള്ളൂ, 825. ഇത് അതിലും കുറയും, 750 കിട്ടും. പല കളേഴ്സ്. ഓ നൈസ്. നോട്ട് മൈ ടൈപ്പ്. ഓക്കെ, ഇത് മതി. ബസ് ബാന്തിനി ഹേ, ഇത് ബാന്തിനി മൾട്ടി കളർ, एक ही कलर. പുള്ളി കട അടയ്ക്കുന്നതിന് മുമ്പ് വന്ന ഒരു ബിസിനസ്സാണിത്. അപ്രതീക്ഷിതമായി ഞാൻ വന്ന് കയറി. പുള്ളി അപ്പോഴും വിചാരിച്ചില്ല ഞാൻ മേടിക്കുന്നൊരു ടൈപ്പ് ആളാണോ എന്നൊന്നും അറിയില്ലല്ലോ. പക്ഷെ ഇപ്പം എന്തായാലും കുറേ രൂപയുടെ കച്ചവടം നടന്നു ആളിന്. ഓ നൈസ് സാരി കേട്ടോ. ഇത് ഞാൻ വെറുതെ നോക്കാമെന്ന് ചോദിച്ചാൽ ഗുജറാത്തി മോഡൽ കൊള്ളാലോ. കൊള്ളാം, നൈസ്. ഇതെന്താ വില നോക്കട്ടെ. അതിൻ്റെ ബ്ലൗസാണ്, ബ്ലൗസ് പീസ്. ഇതിൻ്റെ പ്രൈസ് 550 ഉള്ളി. അതിനകത്ത് പിന്നെ ഒരു 10% അതിൻ്റെ തന്നെ അതെ ഈ കളർ വിത്ത് യെല്ലോ ഇങ്ങനെയുണ്ട് എല്ലാമേ. ഓക്കെ, ബസ് ഇതുള്ളല്ലോ. ക്രേപ്പ്, ഓ ക്രേപ്പ് ടൈപ്പ്. കമ്പനി ബ്രാൻഡഡ് ആണ്.
550. 550. അതിൻ്റെ തന്നെ കുറച്ചുകൂടെ കുറഞ്ഞതുണ്ട് 320. कपड़ा डिफरेंट है കപ്പട ശരി ഡിഫറെൻ്റ് ആയിരിക്കും ക്വാളിറ്റി വൈസ്. പക്ഷേ ഇത് കുറച്ച് നല്ല ക്വാളിറ്റിയാണ്. 650 റൈറ്റ്? 520. ഓക്കെ 520 ആണ്. ഓപ്പൺ കരു. ഇതെങ്ങനത്തെ സാരിയാണ്? ക്രേപ്പ് ടൈപ്പ്. Lines, yeah, I saw design. Okay, 550. 520 520. Blouse. the mundi Okay, 520 ആണ്. ഇതെല്ലാം same color സെയിം. ഇതെല്ലാം ഹോൾസെയിലാണ് കേട്ടോ, ഹോൾസെയിൽ റേറ്റ്. അതേ നോക്കിയേ, ദിസ് ഇസ് ദ ഫോട്ടോ. ആ സാരി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ തന്നെ വേറൊരു കളർ കോമ്പിനേഷനാണ്, ഒരു ബ്ലൂ ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് ബെറ്റർ. അങ്ങനെ പിന്നെ ഇത് എത്ര ഉണ്ടോ അറിയോ? ഒരുപാട് സെലക്ഷൻ ഉണ്ട്. ക്ലോസിങ് ടൈമാണ്, ഞാനിവിടെ കടന്ന് കറങ്ങുന്നത്. ये फुल बॉडी में ऐसा डिज़ाइन है, स्ट्रेट कट ऐसा 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 ही फुल ऐसा. हाँ ब्लू है वो ब्लाउज ब्लाउज. ओके ये मुंडी है ओके. ये നോക്കൂ, നൈസ് സാരി. കൊള്ളാം. ഓ ബ്ലാക്ക്. ഇത് കൊള്ളാം. ഇതൊക്കെ ब्राउन कलर ഇതുപോലെയാണോ ഡിസൈൻ? ഇത് ബ്രാൻഡഡാണ്, ചെന്നൈ ക്വീൻ. ഫാൻസി സാരീസാണ്, ബട്ട് ഇതുപോലെ ഇരിക്കും. ക്രേപ്പിൻ്റെ ഒരു ടൈപ്പ്. ഇത് കൊള്ളാം, നൈസ്. ഇതുള്ളല്ലേ. ഇതെൻ്റെ മുന്താണി, ബ്ലൗസ്. ഇത് ബ്ലൗസ്. ഓക്കെ, കുറേ ഉണ്ട്, കുറേ എൻ്റെ കാറിൽ. ഓക്കെ പാക്ക്. ബസ് ഇനി ബില്ലിംഗ് സമയമായി. എല്ലാത്തിനും വില ഇട്ടിട്ട്, എല്ലാത്തിലും 10% ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അതവർക്ക് ഉള്ളതാണ് ആ ഡിസ്കൗണ്ട് ചെയ്യുന്ന പരിപാടി. അങ്ങനെ മാ ഭവാനി ടെക്സ്റ്റൈൽ. ഓക്കെ, അത് കട അടച്ചിറങ്ങുന്നു. ഓണറൊക്കെ ഇവിടെ ഉണ്ട്. ഇത് ഇത്ര ഒരു ചാക്ക് നിറച്ച് സാരി പ്ലസ് 32 സാരീസ് വാങ്ങിച്ചു. 32 അങ്ങനെ ഒരു ബാഗിലും ഉണ്ട്. പക്ഷെ നമ്മൾ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത്, അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ട് തരാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മുടെ കാറ് കൊണ്ടുവന്നില്ല, ഞങ്ങൾ നടന്നല്ലേ വന്നേ. ഓക്കെ, താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്. ഇനി എന്തായാലും ഹോട്ടലിൽ കൊണ്ട് തരും. അത് ജസ്റ്റ് ഇവിടെ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ്. ഇത് മാർക്കറ്റ് ഏരിയ ആണിത് ഫുൾ. ആഞ്ജനേയ ടെമ്പിൾ, ഇതാണ് ആഞ്ജനേയ ടെമ്പിൾ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും. ഈ മാർക്കറ്റ് കാ നാം ആഞ്ജനേയ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ മതി, ആര് വേണമെങ്കിലും വരും എന്നാണ് പറയുന്നത്, മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി തിരിച്ചു വരാം. കഴിഞ്ഞിട്ടില്ല നമ്മുടെ കുംഭകോണം എപ്പിസോഡ്സ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി കാണാം. അതുവരെ